താൽക്കാലിക വെടിനിർത്തൽ നൽകിയ സമാധാന പ്രതീക്ഷകൾ തകർത്ത പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായി മാറുന്നു. ഇത് ലോകത്തിനു മുഴുവൻ പകരുന്ന അശാന്തിയും സാമ്പത്തിക ആഘാതവും ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നതാണ്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയ്ക്ക്. ഒമാൻ തീരം, ഹോർമുസ് കടലിടുക്ക്, ഇറാഖ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഒരേ സമയം പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ ഒമാൻ തീരത്തും ടാങ്കർ ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യയുടെ തെക്കൻ മേഖല ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. സനയിൽ സൗദി സഖ്യസേന നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. എന്നാൽ ഈ ആക്രമണം വിജയകരമായി പ്രതിരോധിച്ചതായി സൗദി വ്യക്തമാക്കുന്നു. ആക്രമണ ഭീഷണിയെ തുടർന്ന് മുൻകരുതലായി സൗദിയിലെ അബഹ, ജിസാൻ, നഷ്റാൻ, ഷറൂറ എന്നീ 4 പ്രധാന വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇറാഖിലെ ഇറാൻ വിരുദ്ധ കുർദിസ്ഥാൻ മേഖലയിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു MQ-1 ഡ്രോൺ തങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് അബുദാബിയിലെ US എംബസിയിലും ദുബായിലെ US കോൺസുലേറ്റും തങ്ങളുടെ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇത് മേഖലയിലെ സ്ഥിതിഗതികളിൽ ഇന്ത്യക്ക് കടുത്ത ആശങ്ക ഉണ്ടാക്കി. ഇറാനെതിരെയുള്ള US സൈനിക നടപടികൾ 2-3 ആഴ്ചകൾ നീണ്ടുനിന്നേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷണം അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. 2 വ്യോമസേനാ താവളങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ഹൂതികൾ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ വർഷിച്ചു. ഈ മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് വിജയകരമായി തകർത്തു. സൗദി ആക്രമണം തുടർന്നാൽ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ബാബൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടുമെന്നും ആഗോള എണ്ണക്കടത്ത് തടയുമെന്നും ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അമേരിക്കൻ സൈന്യം നേരിട്ട് ഏറ്റെടുക്കുമെന്നും ഇതുവഴി കടന്നുപോകുന്ന എല്ലാ ചരക്ക് കപ്പലുകൾക്കും 20% പ്രത്യേക ചാർജ് ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സുരക്ഷ ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രതിഫലം നൽകണമെന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്കൻ നീക്കത്തിന് മറുപടിയായി കുവൈറ്റ്, ജോർദാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ഒമാനിലെ US റഡാർ സംവിധാനങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഹോർമുസിന്റെ കാവൽക്കാർ തങ്ങൾ തന്നെയായിരിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലും ഒമാൻ തീരത്തും ഇറാഖ് മേഖലയിലുമായി UAEയുടെയും US-ന്റെയും ഉടമസ്ഥതയിലുള്ള ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ആത്മഹത്യാ ബോട്ടുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ആക്രമണം നേരിട്ട അമേരിക്കൻ എണ്ണ ടാങ്കറിലെ ജീവനക്കാരായി നിരവധി ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഈ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടത്. ഇതാണ് ഇന്ത്യയുടെ കടുത്ത ആശങ്കയ്ക്ക് കാരണമാക്കിയത്. അതിനിടെ അമേരിക്ക വെടിനിർത്തൽ കരാർ പരസ്യമായി ലംഘിച്ചെന്നാരോപിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രം നടപ്പാക്കിയില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അനിശ്ചിതാവസ്ഥയിലാണെന്നും അമേരിക്ക വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമേരിക്കയുമായുള്ള കരാർ നിലവിൽ പ്രതിസന്ധിയിലാണ്. അവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതുവരെ ഈ സ്ഥിതി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ അടുത്തിടെ ഇറാൻ നടത്തിയ സൈനിക നീക്കങ്ങളെയും ബഖായി ന്യായീകരിച്ചു. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുണ്ടായ നടപടികൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിന് പിന്നാലെ സ്വിറ്റ്സർലൻഡിൽ ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ തമ്മിൽ ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ജൂലൈ 6-ന് ഹോർമുസ് കടലിടുക്കിന് സമീപം 3 വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ ഈ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഈ സംഭവത്തോടെ ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തി വീണ്ടും രംഗത്തെത്തി. തുടർന്ന് ഇരുഭാഗത്തു നിന്നും സൈനികാക്രമണങ്ങളും രൂക്ഷമായ വാക്പോരുകളും ഉണ്ടായതോടെ മേഖലയിൽ യുദ്ധസാധ്യത സംബന്ധിച്ച ആശങ്കകൾ ശക്തമായി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം US ഇറാൻ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലോടെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ധാരണകൾ പൂർണ്ണമായി തകരുകയും ഗൾഫ് രാജ്യങ്ങളിലുടനീളം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി സൗദിയും ഹൂതികളും തമ്മിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം ഇതോടെ അവസാനിച്ചു. സനാ വിമാനത്താവളത്തിലെ റൺവേ തകർത്തതിന് പ്രതികാരമായി ഹൂതികൾ സൗദിയുടെ തെക്കൻ മേഖലയിലെ വിമാനത്താവളങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തി. ഇത് സൗദി വൻതോതിൽ പ്രതിരോധിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.